ഹലോ ഫ്രണ്ട്സ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ബോട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുക്കിംഗ് ഞാനാണ്. അപ്പോൾ ഞാനിന്ന് ബോട്ടിക്കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ബോട്ടി ഇവിടെ റെഡി ആയിട്ട് അച്ഛൻ കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ കുക്കറിലേക്ക് വെക്കണം. നമ്മുടെ കുക്കറിൽ ബോട്ടി ഇടുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടി അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണേ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അഡീഷണലി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകിയിട്ട് അതിൽ ഇട്ടതുകൊണ്ട് തന്നെ അതുണ്ട് വെള്ളം അതിൽ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് അഡീഷണലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 വിസിലോ അല്ലെങ്കിൽ 2 വിസിലോ ആയിട്ട് അടിച്ചിട്ട് നമുക്ക് എടുക്കാവേ. ഇനി അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 5 സവോള എടുത്തിട്ടുണ്ട്. അതും ചെറുതായതുകൊണ്ടാണ് കേട്ടോ സവോള ഞാൻ അത്ര എടുത്തത്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഇഞ്ചി, പിന്നെ 2 ഉണ്ട വെളുത്തുള്ളി കേട്ടോ. 2 ഉണ്ട ഉള്ളിയാണ് ഞാൻ ആദ്യം എടുത്ത് വെച്ചാൽ അതിൻ്റെ എമൗണ്ട് അവസാനം നേരാക്കി കഴിഞ്ഞപ്പോൾ എമൗണ്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കുറച്ചധികം ആവുമെന്ന്. അപ്പോൾ ഞാൻ 1 ഉണ്ട ഇട്ട് എടുത്തിട്ടുള്ളൂ. 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാവേ. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ടെടുക്കാം. അങ്ങോട്ട് എല്ലാം കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ചിലർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക. പക്ഷേ എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട്, അത്രയ്ക്ക് ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടിയിട്ട് ഒപ്പിട്ടു. നമ്മുടെ ഉള്ളി എല്ലാ സാധനങ്ങളും വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാല അതേ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി ആയിരിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.